എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് ഉള്ളിപ്പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിപ്പൂവ് ഉള്ളിത്തണ്ടെന്നൊക്കെ പറയില്ലേ. ഇത് ഇടയ്ക്ക് എപ്പോഴും ഇത് കിട്ടുന്ന സാധനമല്ല കേട്ടോ. ഇതിന് സീസണൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഞാനിതുപോലെ മേടിക്കും കേട്ടോ. എനിക്ക് മാത്രമേ ഇവിടെ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞാനിതൊരു കെട്ട് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. സിമ്പിളാണ്, എന്നാലും നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, 2-3 ചെറിയ ഉള്ളി, 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിന് ശേഷം കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയോട് ചേർക്കണം. സവാളയോട് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് മൊരിഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിപ്പൂവും കൂടി ചേർത്ത് കൊടുക്കണേ. ഉള്ളിപ്പൂ ചേർത്തിട്ട് അതൊന്ന് വാടി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ തേങ്ങ നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് പതുക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് വെന്തിട്ടും ഒരു 5 മിനിറ്റിൽ ഈ സാധനം വെന്തിട്ടു കേട്ടോ. ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ തേങ്ങ ചേർക്കണേ. അതിന് ശേഷം നമുക്കിതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഇളക്കാനായിട്ട്. അതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക, ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരേ. നമ്മൾ ചീരയൊക്കെ ഒലത്തുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചേർത്ത് ഒലത്താറുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് ഇടയ്ക്ക് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഒരു ചമ്മന്തിയും ഈ ഒരു തോരനും സൈഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. ഇത് പകുതി ഒരു വാടി വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു എഗ്ഗും കൂടി പൊട്ടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. 1-2 നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരു എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എഗ്ഗും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ആ മുട്ട വെന്ത് വരുന്നൊരു സമയം മാത്രം മതി കേട്ടോ. അത്ര നേരം ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള ഉള്ളിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കിട്ടുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.